കഥാമൃതത്തിൻ്റെ 11ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രാമായണത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് പല ഉപകഥകളും വന്നു. ഇപ്പോൾ വിശ്വാമിത്രന്റെ കൂടെ ശ്രീരാമനും ലക്ഷ്മണനും കാട്ടിലൂടെ ഇങ്ങനെ യാത്രയായിക്കൊണ്ടിരിക്കുകയാണ് മിഥിലയിലേക്ക്. 2 കഥകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് 3ാമത്തെ ഉപകഥയാണ്. ഈ ഉപകഥയോടുകൂടി ഈ ഭാഗത്തുള്ള ഉപകഥ അവസാനിക്കുകയാണ്. അടുത്ത അധ്യായത്തിൽ നമ്മൾ സീതാ സ്വയംവരവും മറ്റും കാണും. ഇന്നത്തെ ഉപകഥ വിശ്വാമിത്രനെ കുറിച്ചാണ്. ശരിക്കും ഈ കഥ കുറച്ച് മുൻപാണ് വരുന്നത്. സിദ്ധാശ്രമത്തിൽ വെച്ചിട്ട് ശ്രീരാമൻ വിശ്വാമിത്രനോട് ചോദിക്കുകയാണ്, അങ്ങയുടെ കഥ കേൾക്കണം എന്ന് ആഗ്രഹം പറയുമ്പോൾ വിശ്വാമിത്രൻ സ്വന്തം കഥ പറയുന്നതായിട്ടാണ് ഈ കഥ. നേരിട്ട് നമുക്ക് വിശ്വാമിത്രന്റെ കഥയിലേക്ക് കടക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഒരു 2 തലമുറ പുറകിൽ നിന്ന് തുടങ്ങിയാലേ ആ കഥ പൂർത്തിയാവുകയുള്ളൂ. ബ്രഹ്മാവിന്റെ പുത്രനായിട്ട് അതിവിശിഷ്ടനായ ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് കുശൻ എന്നായിരുന്നു. ഈ മഹർഷിയുടെ ഭാര്യയുടെ പേര് വൈദർഭി എന്നാണ്. വിദർഭയിലെ ഒരു രാജകുമാരിയായിരുന്നു. അതുകൊണ്ട് വൈദർഭി എന്നാണ് പറഞ്ഞു കാണുന്നത്. ഈ കുശ മഹർഷിക്കും ഈ വൈദർഭിക്കും 4 മക്കളുണ്ടായി. കുശനാഭൻ, കുശാംബൻ, അസൂർത്തരാജൻ, വസു, ഇങ്ങനെ 4 പേരുണ്ടായി. ഈ കുട്ടികളെല്ലാം ആശ്രമത്തിൽ തന്നെ വളർന്നു വലുതായി കഴിഞ്ഞപ്പോൾ മഹർഷി 4 മക്കളോടുമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ആശ്രമത്തിൽ താമസിച്ച് സന്യാസ ജീവിതം നയിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ അമ്മ വിദർഭയിലെ രാജകുമാരിയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായി 4 പുരികൾ, 4 നഗരങ്ങൾ സ്ഥാപിച്ച് അവിടെ രാജാവായിട്ട് വസിക്കുക എന്ന് പറഞ്ഞ് മക്കളെ അനുഗ്രഹിച്ചു വിട്ടു. അങ്ങനെ ഓരോരുത്തർ ഓരോ നഗരങ്ങൾ സ്ഥാപിച്ചു. കുശാംബൻ കൗശാംബി എന്നു പേരായിട്ടുള്ള ഒരു നഗരത്തിന്റെ രാജാവായി. കുശനാഭൻ മഹോദയപുരത്തിന്റെ രാജാവായി. അസുർത്തരാജൻ ധർമാരണ്യം എന്ന് പറഞ്ഞ ഒരു നഗരത്തിന്റെ രാജാവായി. അവസാനത്തെ മകനായിട്ടുള്ള വസു ഗിരിവ്രജം എന്നു പേരായിട്ടുള്ള ഒരു നഗരത്തിന്റെ രാജാവായി. ഇതിൽ നമ്മൾ കാണാൻ പോകുന്നത് കുശനാഭന്റെ കഥയാണ്. ഈ കുശനാഭൻ ഘൃതാജി എന്നു പേരായിട്ടുള്ള ഒരു അപ്സരസിനെ വിവാഹം കഴിച്ചു. ഈ ഘൃതാജിയുടെ ഒരു പ്രത്യേകത, ഘൃതാജിയുടെ പൊതുവെ സ്വഭാവം പറയുന്നത് മഹർഷിമാരെയും മറ്റ് ആ അപ്സരസിന് ഇഷ്ടപ്പെടുന്നവരെല്ലാം വിവാഹം കഴിക്കുക, അവരിൽ സന്താനം ഉണ്ടായി കഴിയുമ്പോൾ ആ സന്താനം അവരെ ഏൽപ്പിച്ച് തിരിച്ച് സ്വർഗത്തിലേക്ക് പോയി കളയും. കുട്ടികളെ വളർത്താനൊന്നും മെനക്കെടില്ല. അപ്പൊ അങ്ങനെ ഈ കുശനാഭൻ എന്ന രാജാവിന് കുശനാഭൻ എന്ന രാജാവിനെ കണ്ട് ഘൃതാജി അദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യയായി തീർന്നു. ഈ ഘൃതാജിയിൽ കുശനാഭന് 100 പുത്രിമാരുണ്ടായി. അതിസുന്ദരിമാരായിട്ടുള്ള 100 പുത്രിമാർ. അപ്പോൾ ഒരിക്കൽ ഈ 100 പുത്രിമാർ ഉദ്യാനത്തിൽ ഇങ്ങനെ ഉല്ലസിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായുദേവൻ ആ വഴി വന്നു. വായുദേവൻ എല്ലായിടത്തും സഞ്ചരിക്കുന്ന ആളാണല്ലോ. വായുദേവൻ ഈ 100 സുന്ദരിമാരായിട്ടുള്ള കുമാരിമാരെയും കണ്ട് പ്രണയം തോന്നുകയും വായുദേവൻ ഈ കുമാരിമാരോട് വിവാഹാഭ്യർത്ഥന നടത്തുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, കുമാരിമാരെ, ഞാൻ വായുദേവനാണ്, നിങ്ങളിൽ ഞാൻ വളരെ ആകൃഷ്ടനായിരിക്കുന്നു, എനിക്ക് നിങ്ങളോട് പ്രണയം തോന്നുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ ഭാര്യമാരായിട്ടിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുമാരിമാർ എല്ലാവരും വായുദേവനെ പരിഹസിച്ചു. ഞങ്ങൾ എങ്ങനെ അങ്ങയുടെ ഭാര്യയാവും? അങ്ങയ്ക്ക് സ്ഥിരമായിട്ടൊരു വാസസ്ഥാനമില്ല, സദാസമയം ഈ ലോകം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങയ്ക്ക് ഒരു രൂപമില്ല, ഭാവമില്ല, അങ്ങനെയുള്ള അങ്ങ് സുന്ദരിമാരായിട്ടുള്ള ഞങ്ങളെ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് മോശമായിട്ടുള്ള കാര്യമാണ് എന്നെല്ലാം പറഞ്ഞാൽ ഈ 100 കുമാരിമാരും വായുദേവനെ പരിഹസിച്ചു. വായുദേവന് കോപം വന്ന് ഈ 100 കുമാരിമാരെയും ശപിച്ചു എന്നും പറയുന്നുണ്ട്. വായുദേവൻ ഈ കുമാരിമാരുടെ ശരീരത്തിൽ പ്രവേശിച്ച് അവരുടെ ശരീരം മുഴുവൻ വക്രമാക്കി തീർത്തു എന്നാണ്. അവരുടെ ശരീരം എല്ലാം വളവുകളും തിരിവുകളും കൈകളും കാലുകളും എല്ലാം വളഞ്ഞു പിരിഞ്ഞ് വികൃത രൂപമായി ഈ കുമാരിമാർക്ക്. അതിനുശേഷം വായുദേവൻ തിരിച്ചു പോവുകയും ചെയ്തു. കുമാരിമാർ വളരെ സങ്കടത്തോടുകൂടി രാജാവിനോട് പറഞ്ഞു. രാജാവ് പല മഹർഷിമാരോടും പല പണ്ഡിതന്മാരോടും എല്ലാം ചോദിച്ചു, എൻ്റെ മക്കളുടെ വൈരൂപ്യം മാറാൻ, ഈ വിരൂപമായിട്ടുള്ള ഇങ്ങനെ ഒടിഞ്ഞു പിരിഞ്ഞ് വികൃതമായിട്ടുള്ള രൂപം മാറുവാൻ എന്ത് ചെയ്യണമെന്ന് ഈ രാജാവ് പലരോടും ചോദിച്ചു. കുശനാഭൻ പലരോടും ചോദിച്ചു. പക്ഷെ അവർക്കാർക്കും ഉത്തരം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സമയത്ത് ഗംഗാനദിയുടെ തീരത്ത്
ചൂളി എന്ന് പേരായിട്ടുള്ള ഒരു മഹാതാപസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ വലിയൊരു തപസ്വിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ട് തന്നെ ഒരു ഗന്ധർവ സ്ത്രീയായിട്ടുള്ള സോമത എന്നുള്ളൊരു യുവതിയും അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ട് അതേ ആശ്രമത്തിൽ താമസിച്ചിരുന്നു. ഈ ചൂളി എന്നുള്ള മഹർഷിക്കും സോമത എന്നു പേരുള്ള ഗന്ധർവ സ്ത്രീക്കും ഒരു മാനസപുത്രനുണ്ടായി. അതിവിശിഷ്ടനായ അതിശ്രേഷ്ഠനായിട്ടുള്ള അതീവ പണ്ഡിതനായിട്ടുള്ള മഹാജ്ഞാനിയായിട്ടുള്ള ബ്രഹ്മദത്തൻ എന്ന് പേരായിട്ടുള്ള ഒരു മകനുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ കുശനാഭൻ വിചാരിച്ചു ചൂളി മഹർഷി ആശ്രമത്തിൽ പോയെന്ന് കാണാം എന്ന് വിചാരിച്ച് ഗംഗാനദിയുടെ തീരത്തുള്ള ചൂളി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് കുശനാഭൻ മഹർഷിയെ കണ്ടു. ഇപ്പോൾ ആരെ കണ്ടു കഴിഞ്ഞാലും കുശനാഭന് ഇപ്പോൾ ഒരു കാര്യമേ പറയാനുള്ളൂ, എൻ്റെ മക്കൾ ഇങ്ങനെ വിരൂപകളായിട്ടിരിക്കുകയാണ്, അവരെ രക്ഷിക്കാൻ എന്താണ് മാർഗം. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. അദ്ദേഹം ചൂളി മഹർഷിയോട് പറഞ്ഞു, എൻ്റെ മക്കൾ 100 മക്കളും വിരൂപകളായി പോയി, അവരെ രക്ഷിക്കാൻ അങ്ങ് എന്തെങ്കിലും മാർഗം ഉപദേശിച്ചു തരണം. മാത്രമല്ല വിരൂപകളായതുകൊണ്ട് ഇവരെ ആരും വിവാഹം കഴിക്കുന്നില്ല. അപ്പോൾ ചൂളി മഹർഷി ഉടനെ മകനായിട്ടുള്ള ബ്രഹ്മദത്തനെ വിളിച്ച് ഈ 100 കുമാരിമാരെയും വിവാഹം കഴിക്കുവാനായിട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പിതാവിനെ വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളായതുകൊണ്ട് അദ്ദേഹം യാതൊരു എതിർപ്പും പറഞ്ഞില്ല. ബ്രഹ്മദത്തൻ ഈ 100 പേരെയും പാണിഗ്രഹണം ചെയ്തു. പാണിഗ്രഹണം എന്ന് പറഞ്ഞാൽ കൈപിടിച്ച് ഉള്ള വിവാഹം. ഈ ബ്രഹ്മദത്തൻ ഓരോ കുമാരിമാരുടെ കൈകൾ പിടിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ തപശക്തി കൊണ്ടും ജ്ഞാനം കൊണ്ടും ശ്രേഷ്ഠത കൊണ്ടും ഈ 100 ഓരോ കുമാരിമാരുടെയും വൈരൂപ്യം മാറി പഴയ പോലെ സുന്ദരിമാരായി. അങ്ങനെ 100 കുമാരിമാരും ഇദ്ദേഹത്തെ വിവാഹം കഴിച്ചതോടുകൂടി പൂർവാധികം സുന്ദരിമാരായി തീർന്നു. കുശനാഭനും വളരെ സന്തോഷമായി. അദ്ദേഹം തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോയി. അപ്പോൾ മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞു, രാജ്യാവകാശം കൈമാറണമെങ്കിൽ ഒരു പുത്രസന്താനം വേണം. അദ്ദേഹത്തിന് പുത്രസന്താനം വേണം. ഉണ്ടായിരുന്ന 100 പെൺകുട്ടികൾ ബ്രഹ്മദത്തനെ വിവാഹം കഴിച്ചു പോയി, വേറെ ആൺകുട്ടികളായിട്ട് ആരുമില്ല. അദ്ദേഹത്തിന് വളരെ വിഷമമായി. അദ്ദേഹം വീണ്ടും കുറെ പണ്ഡിതന്മാരുമായിട്ടും മഹർഷിമാരുമായിട്ടെല്ലാം ചർച്ച ചെയ്ത് പുത്രകാമേഷ്ടി നടത്തി. ശ്രീരാമനെല്ലാം ജനിക്കാൻ കാരണമായിട്ടുള്ള മഹായാഗം, അതേ യാഗം തന്നെ ഈ കുശനാഭനും നടത്തി. ഇത്തവണ ഋഷ്യശൃംഗനായിരുന്നില്ല, പകരം ഗൗതമ മഹർഷിയുടെ കാർമ്മികത്വത്തിലായിരുന്നു കുശനാഭൻ ഈ പുത്രകാമേഷ്ടി യാഗം ചെയ്തത്. ഈ പുത്രകാമേഷ്ടി നടത്തിയതിന്റെ ഫലമായി കുശനാഭൻ ഒരു പുത്രൻ ജനിച്ചു. ആ പുത്രനാണ് ഗാധി എന്ന് പേരായിട്ടുള്ള രാജാവ്. ഈ ഗാധി അദ്ദേഹം വളർന്നു വലുതായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് ഉണ്ടായ 2 മക്കളുണ്ടായി. അതിൽ മൂത്തത് ഒരു പുത്രിയായിരുന്നു. ഈ പുത്രിയുടെ പേര് സത്യവതി എന്നായിരുന്നു. വീണ്ടും ഒരു മകനുണ്ടായി. ആ മകനാണ് കൗശികൻ അല്ലെങ്കിൽ വിശ്വാമിത്രൻ എന്ന് പ്രശസ്തനായിട്ടുള്ള ആള്. അദ്ദേഹം ഈ സത്യവതി ഋചീകൻ എന്നൊരു മഹർഷിയെ വിവാഹം കഴിച്ച് അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കുവാനായി പോയി. ശേഷം ഈ കൗശികൻ, അതായത് കുശൻ, നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ കുശനും വൈദർഭിയും, അപ്പോൾ ആ കുശന്റെ ഗോത്രത്തിൽ ജനിച്ചു വളർന്നുകൊണ്ടാണ് ഇദ്ദേഹത്തിന് കൗശികൻ എന്ന പേര് വന്നത്. അപ്പോൾ കഥകളിൽ പറയുന്നു കന്യാകുബ്ജം എന്ന് പേരായിട്ടുള്ള ഒരു സ്ഥലത്തെ രാജാവായിരുന്നു വിശ്വാമിത്രൻ. വളരെ നല്ലൊരു രാജാവായിരുന്നു. അദ്ദേഹം വളരെ ധീരനായിരുന്നു, ശൂരനായിരുന്നു, നല്ലൊരു ക്ഷത്രിയനായിട്ടുള്ള ഒരു യോദ്ധാവെല്ലാമായിരുന്നു. വിശ്വാമിത്രന്റെ ജനനവുമായി ബന്ധപ്പെട്ട കഥ ഇത്രയേ ഉള്ളൂ. പക്ഷെ കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഥ പൂർണ്ണമാവുകയുള്ളൂ. വിശ്വാമിത്രൻ ഒരിക്കൽ സൈന്യത്തോടു കൂടി കാട്ടിൽ നായാട്ടിന് പോയി. അങ്ങനെ കാടെല്ലാം ഇളക്കി മൃഗങ്ങളെ എല്ലാം കൊന്നിങ്ങനെ കാട്ടിലൂടെ നടന്നു. കുറെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ക്ഷീണിച്ചു. ഇദ്ദേഹത്തിന്റെ കൂടെയാണെങ്കിൽ ധാരാളം ഭടന്മാരുണ്ട്. അങ്ങനെ ക്ഷീണിച്ച് തളർന്ന് ഇവർ അവസാനം വസിഷ്ഠന്റെ ആശ്രമത്തിലെത്തി. ആ സമയത്ത് വസിഷ്ഠ മഹർഷി ആ കന്യാകുബ്ജത്തിലെ ഒരു കാട്ടിലാണ് താമസിച്ചിരുന്നത്. ആ കാട്ടിലാണ് ഈ വിശ്വാമിത്രനും ഭടന്മാരും എല്ലാവരും എത്തിയത്, സൈന്യവും എല്ലാം എത്തിച്ചേർന്നത്. അപ്പോൾ വസിഷ്ഠ മഹർഷി ഇദ്ദേഹത്തെ കണ്ട് ഉടനെ സ്വീകരിച്ച് അകത്ത് കൊണ്ടുപോയി. അദ്ദേഹം പറഞ്ഞു, അല്ലയോ രാജാവ്, അങ്ങ് ഇവിടെ വന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ തിരിച്ച് വിശ്വാമിത്രനും പറഞ്ഞു, അല്ലയോ വസിഷ്ഠ മഹർഷി, അങ്ങേപ്പോലെ ഒരു മഹാനായിട്ടുള്ള മഹർഷി എൻ്റെ രാജ്യത്ത് വന്നു തപസ് ചെയ്യുന്നു, എനിക്കത് വലിയ ഭാഗ്യമാണ് എൻ്റെ എന്ന് പറഞ്ഞ് അദ്ദേഹം വിശ്വാമിത്രൻ വസിഷ്ഠനെ നമസ്കരിക്കുകയെല്ലാം ചെയ്തു. അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും വളരെ തളർന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്, നിങ്ങളിവിടെ എല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞ് വിശ്രമിച്ച് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ വിശ്വാമിത്രൻ വിചാരിച്ചു, അദ്ദേഹത്തിന്റെ കൂടെ 5000-ഓ 10,000-ഓ ഭടന്മാരുണ്ട്, അത്രയും സൈന്യം കൂടെ ഉണ്ട്. ഇത്രയും ആളുകൾക്ക് കാട്ടിൽ താമസിക്കുന്ന ഒരു മഹർഷി എങ്ങനെ ഭക്ഷണം തരും? ഇപ്പോൾ വിശ്വാമിത്രൻ കൊണ്ട്, വേണ്ട മഹർഷി, അങ്ങേക്ക് അതെല്ലാം ഒരു ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞ് ഒഴിവാകാൻ നോക്കി. പക്ഷേ അതിഥിയെ അങ്ങനെ വിടാൻ വസിഷ്ഠൻ തയ്യാറല്ലായിരുന്നു. വസിഷ്ഠൻ പറഞ്ഞു, അതൊന്നും സാരമില്ല, നിങ്ങൾ അവിടെ വിശ്രമിക്കൂ, നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ തയ്യാറാക്കാം. കുറച്ചു നേരം കഴിഞ്ഞ്
വസിഷ്ഠൻ ഇവരെ എല്ലാവരും ഭക്ഷണം കഴിക്കുവാനായി വിളിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും അത്ഭുതം കൊണ്ട് കണ്ണു മിഴിച്ചിരുന്നു പോയി. എന്താണ് കാര്യം? അതിവിശിഷ്ടങ്ങളായിട്ടുള്ള ഭക്ഷണം, കുടിക്കുവാനും കഴിക്കുവാനും എന്തെല്ലാം തരം ഭക്ഷണങ്ങളാണ് പറഞ്ഞറിയിക്കുവാനില്ല. ഇവരാരും ഇത്രയും മനോഹരമായ ഇത്രയും രുചികരമായിട്ടുള്ള ഭക്ഷണം വിശ്വാമിത്രനും കഴിച്ചിട്ടില്ല, രാജാവായിട്ടുള്ള വിശ്വാമിത്രനും കഴിച്ചിട്ടില്ല, കൂടെയുള്ള സൈന്യവും കഴിച്ചിട്ടില്ല. എല്ലാവരും മൂക്കുമുട്ട കഴിച്ചു, ധാരാളം കുടിച്ചു കഴിച്ചു, മദ്യവും എല്ലാം ഉണ്ടായിരുന്നു എന്നാണ്. എല്ലാം കഴിച്ചു കഴിഞ്ഞു എല്ലാം. അപ്പോ വിശ്വാമിത്രന് അത്ഭുതമാണ്. കേവലം കാട്ടിൽ താമസിക്കുന്ന ഒരു താപസനായിട്ടുള്ള വസിഷ്ഠ മഹർഷി ഇത്രയും ആളുകൾക്ക് ഈ ഇത്രയും വിശിഷ്ടങ്ങളായിട്ടുള്ള ഭക്ഷണം എവിടെ നിന്ന് ഇത്രയും പെട്ടെന്ന് കൊണ്ടുവന്നു? അപ്പൊ ഇതൊന്ന് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ച് പതുക്കെ ഇദ്ദേഹം ആശ്രമത്തിന്റെ പുറകു ഭാഗത്തേക്ക് വിശ്വാമിത്രൻ പതുക്കെ പോയി നോക്കി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആശ്രമത്തിന്റെ പുറകു ഭാഗത്ത് പിൻഭാഗത്ത് അതിവിശിഷ്ടമായിട്ടുള്ള ഒരു പശു നിൽക്കുന്നുണ്ട്. പശുവിനെ കാണാൻ തന്നെ ഗംഭീരമാണ്, കാണുവാൻ തന്നെ ഒരു സൗന്ദര്യമാണ്, ഐശ്വര്യമാണ്. അപ്പോൾ വസിഷ്ഠൻ അങ്ങോട്ട് വന്ന് ചോദിച്ചു, എന്താണ് വിശ്വാമിത്രൻ ഇവിടെ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, മഹർഷി എനിക്കൊരു സംശയം. അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, ചോദിച്ചോളൂ. ഇത്രയും പേർക്ക് ഭക്ഷണവും കാര്യങ്ങളും മറ്റും അങ്ങ് എങ്ങനെയാണ് തയ്യാറാക്കി തന്നത്? പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, ഇതാ ഈ നിൽക്കുന്ന പശു ഇത് സാധാരണ പശുവല്ല, ഇതാണ് കാമധേനു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ പാലാഴി മദനത്തിൽ പൊങ്ങി വന്ന പശുവാണ് കാമധേനു. അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, ഇതാണ് കാമധേനു. ഞാനിപ്പോൾ ഒരു യാഗം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ യാഗം പൂർണ്ണമാകുന്നത് വരെ സൂക്ഷിച്ചു കൊള്ളുവാൻ പറഞ്ഞ് ദേവന്മാർ എനിക്ക് തന്നതാണ് ഈ കാമധേനുവിനെ. അതോടുകൂടി വിശ്വാമിത്രന് മനസ്സിൽ അസൂയയും അത്യാഗ്രഹവും എല്ലാം വളരാൻ തുടങ്ങി. കാട്ടിൽ കിടക്കുന്ന ഈ മഹർഷിക്ക് എന്തിനാണ് ഈ കാമധേനു? രാജാവായി കൊട്ടാരത്തിൽ ജീവിക്കുന്ന എനിക്കല്ലേ ഈ പശുവിനെ കൊണ്ട് ആവശ്യം? വിശ്വാമിത്രൻ മഹർഷിയോട് പറഞ്ഞു, മഹർഷി, വസിഷ്ഠ മഹർഷി, അങ്ങയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ വിശിഷ്ടമായിട്ടുള്ള പശുവിനെ അങ്ങ് എനിക്ക് തരണം. പകരം അങ്ങയ്ക്ക് ഞാൻ 10 കോടി പശുക്കളെ തരാം. വസിഷ്ഠൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, 10 കോടിയല്ല, 100 കോടിയല്ല, 1,00,000 കോടി തന്നു കഴിഞ്ഞാലും ഈ പശുവിനെ തരാൻ സാധിക്കില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. വിശ്വാമിത്രന് ദേഷ്യം വന്നു. വസിഷ്ഠ മഹർഷി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ വിശ്വാമിത്രന് ദേഷ്യം വന്നു. ഞാൻ ഈ രാജ്യത്തെ രാജാവാണ്, അങ്ങ് ഈ എൻ്റെ നാട്ടിലെ കേവലം ഒരു പ്രജയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ബഹുമാനമൊക്കെ പോയി. ഒരു രാജാവ് പറഞ്ഞാൽ പ്രജ അനുസരിക്കണം, ഇങ്ങനെയുള്ള ധിക്കാരങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങി. വസിഷ്ഠൻ പറഞ്ഞു, എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഈ പശുവിനെ തരില്ല, കാമധേനുവിനെ തരില്ല. വിശ്വാമിത്രന്റെ കോപം വന്നു. കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കൂടെ വന്ന ഭടന്മാരോട് പറഞ്ഞു, പശുവിനെ കയറിട്ട് കെട്ടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോഴും വസിഷ്ഠ മഹർഷി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഭടന്മാരെല്ലാവരും പശുവിനെ ഈ കാമധേനുവിനെ പിടിച്ചു കെട്ടാൻ കയറുമെല്ലാമായി വന്നപ്പോഴേക്കും ഈ പശുവിന്റെ കാമധേനുവിന്റെ ശരീരത്തിൽ നിന്ന് അസംഖ്യം ആയിരക്കണക്കിന് 10,000-കണക്കിന് പട്ടാളക്കാർ ഉയർന്നു വന്നു. ഈ പട്ടാളക്കാരെല്ലാം അതിശൂരന്മാരും വീരന്മാരുമാണ്. കുറച്ച് സമയത്തിനകം വിശ്വാമിത്രന്റെ മുഴുവൻ സൈന്യത്തെയും ഇവർ നശിപ്പിച്ചു കളഞ്ഞു. ഈ കാമധേനുവിന്റെ ശരീരത്തിൽ നിന്ന് വന്ന അസുരന്മാരെ നശിപ്പിച്ച് വിശ്വാമിത്രനെയും പരാജയപ്പെടുത്തി. വിശ്വാമിത്രനും മറ്റു മാർഗമില്ലാതെ അവസാനം വിശ്വാമിത്രൻ വസിഷ്ഠ മഹർഷിയുടെ കാൽക്കൾ വീണ് മാപ്പി ചോദിച്ചു, മഹർഷി എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, അങ്ങനോട് ക്ഷമിക്കണം എന്നെല്ലാം പറഞ്ഞു. വസിഷ്ഠ മഹർഷി പറഞ്ഞു, സാരമില്ല, പോട്ടെ എന്ന് പറഞ്ഞ് ആ യുദ്ധത്തിൽ മരിച്ച എല്ലാവരെയും എന്തൊക്കെ നഷ്ടം വന്നു അതെല്ലാം മഹർഷി തിരിച്ചും കൊടുത്തു. മരിച്ചവരെല്ലാം ജീവിപ്പിച്ച് നാശനഷ്ടങ്ങളെല്ലാം അദ്ദേഹം എല്ലാം ശരിയാക്കി കൊടുത്ത് വിശ്വാമിത്രനെ യാത്രയാക്കി. വിശ്വാമിത്രൻ തൊഴുത് നമസ്കരിച്ചിട്ടൊക്കെയാണ് അവിടുന്ന് പോകുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ ദേഷ്യം ഇങ്ങനെ തിളച്ചു മറിയുകയായിരുന്നു. അന്ന് അദ്ദേഹം വിശ്വാമിത്രന് മനസ്സിലായി, തപശക്തിയാണ് ഏറ്റവും വലിയ ശക്തി, അല്ലാതെ രാജാവാണ്, എനിക്ക് ആയുധമുണ്ട്, സൈന്യമുണ്ട്, ഞാൻ ക്ഷത്രിയനാണ്, എനിക്ക് ബ്രഹ്മാസ്ത്രം അറിയാം, ദിവ്യാസ്ത്രങ്ങൾ അറിയാം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ വിശ്വാമിത്രൻ എന്ത് ചെയ്തു? വസിഷ്ഠനെ ഏത് വിധേനയും തോൽപ്പിക്കണം, ഈ ഒരു വിചാരമേ മനസ്സിലുള്ളൂ. അദ്ദേഹം രാജ്യം മന്ത്രിമാരെ ഏൽപ്പിച്ച് കാട്ടിൽ പോയി കഠിന തപസ് തുടങ്ങി. ആരെയാണ് തപസ് ചെയ്തത്? സാക്ഷാൽ ശ്രീ പരമേശ്വരനെ തപസ് ചെയ്തു. അങ്ങനെ വളരെ വർഷങ്ങളിൽ അദ്ദേഹം കഠിന തപസ് ചെയ്ത് അവസാനം ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷനായി കഴിഞ്ഞ് ചോദിച്ചു, വിശ്വാമിത്ര, നിനക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, ദേവന്മാർക്കും അസുരന്മാർക്കും മനുഷ്യന്മാർക്കും മറ്റാരുടെയെല്ലാം കയ്യിൽ എന്തെല്ലാം ദിവ്യാസ്ത്രങ്ങളുണ്ടോ ആ ദിവ്യാസ്ത്രങ്ങളെല്ലാം തന്നെ എനിക്ക് സ്വായത്തമാകണം. ഇപ്രകാരം പറഞ്ഞപ്പോൾ ശ്രീ പരമേശ്വരൻ പറഞ്ഞു, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, തഥാസ്തു എന്ന് പറഞ്ഞ് വിശ്വാമിത്രനെ അനുഗ്രഹിച്ച് തിരിച്ചുവിട്ടു.
ഈ ആയുധബലം കൊണ്ട് വിശ്വാമിത്രനപ്പോൾ അഹങ്കാരമായി, ഇനി വസിഷ്ഠ മഹർഷിക്കല്ല ആർക്കും എന്നെ തോൽപ്പിക്കാനും സാധിക്കില്ല, ലോകത്തുള്ള സകല ആയുധങ്ങളും എൻ്റെ കയ്യിലായി കഴിഞ്ഞു, ദിവ്യാസ്ത്രങ്ങളും മറ്റ് ദിവ്യമായിട്ടുള്ള എല്ലാ ആയുധങ്ങളും. അങ്ങനെ ഇദ്ദേഹം വീണ്ടും ചെന്ന് വസിഷ്ഠ മഹർഷിയെ വെല്ലുവിളിച്ച് യുദ്ധം തുടങ്ങുകയാണ് വിശ്വാമിത്രൻ. പക്ഷേ വസിഷ്ഠ മഹർഷി അപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇദ്ദേഹം പല ദിവ്യങ്ങളായിട്ടുള്ള അസ്ത്രങ്ങളും വയ്ക്കുന്നുണ്ട്, ഐന്ദാസ്ത്രം, വായുവ്യാസ്ത്രം, വരുണാസ്ത്രം, ഇങ്ങനെ പല പല അസ്ത്രങ്ങളും, നാഗാസ്ത്രം, ഇതെല്ലാം അയക്കുന്നുണ്ട് വിശ്വാമിത്രൻ. പക്ഷേ തൻ്റെ കയ്യിലുള്ള ദണ്ഡം, യോഗദണ്ഡ്, മഹർഷിമാർ ഇങ്ങനെ കൈവയ്ക്കുന്ന യോഗദണ്ഡ് ഇദ്ദേഹം ഇങ്ങനെ മുമ്പിൽ പിടിച്ചിട്ടുണ്ട് വസിഷ്ഠ മഹർഷി. എന്തെല്ലാം അസ്ത്രങ്ങൾ പ്രയോഗിച്ചാലും ഈ യോഗദണ്ഡിൽ വന്ന് മുട്ടിക്കഴിയുമ്പോൾ ഇതെല്ലാം ഇല്ലാതെയായി പോവുകയാണ്. അവസാനം വിശ്വാമിത്രൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു നോക്കി, ഏത് തന്നെ അസ്ത്രം പ്രയോഗിച്ചിട്ടും കാര്യമില്ല. അവസാനം അതെല്ലാം നിഷ്ഫലമായി. വിശ്വാമിത്രൻ വീണ്ടും തോറ്റു. വീണ്ടും വളരെയധികം വിഷമത്തോടു കൂടി അദ്ദേഹം തിരിച്ചു പോന്നു. ഇത്തവണ അദ്ദേഹം നേരെ കാട്ടിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചുപോയി കഠിനമായ തപസ് തുടങ്ങി. അദ്ദേഹം പഞ്ചാഗ്നി മധ്യത്തിൽ ചുറ്റും തീയെല്ലാം കൂട്ടിയിട്ട് ഉള്ള തപസ്, മരത്തിൽ തലകീഴായി കിടന്നിട്ടുള്ള തപസ്, തല കുത്തി നിന്നിട്ടുള്ള തപസ്, ഒരു വിരല് മാത്രം നിലത്ത് ഊന്നി നിന്നിട്ടുള്ള തപസ്, ഇപ്രകാരമുള്ള കഠിനമായിട്ടുള്ള തപസ്സാണ്. ഭക്ഷണമൊന്നും കഴിക്കാതെയുള്ള തപസ് എല്ലാം ചെയ്തു. 1000 വർഷം കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ വിശ്വാമിത്രൻ ചോദിക്കുന്നത്, എനിക്ക് ബ്രഹ്മർഷിയാവണം എന്നാണ് പറയുന്നത്. വസിഷ്ഠനെ പോലെ ഒരു ബ്രഹ്മർഷിയാവണം, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള, ഏറ്റവും ശക്തിമാനായിട്ടുള്ള, ദേവന്മാർ പോലും ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന, പൂജിക്കുന്ന ഒരു മഹാഋഷിയാവണം, ബ്രഹ്മർഷിയാവണം. ആ വരം എനിക്ക് തന്നാലും. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ബ്രഹ്മർഷിയാവാൻ യോഗ്യതയുള്ളത് ബ്രാഹ്മണന് മാത്രമേ ഉള്ളൂ, ക്ഷത്രിയനായി പറഞ്ഞ നിനക്ക് അതിനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് ആ ആഗ്രഹം ഉപേക്ഷിക്കൂ. പക്ഷെ നിന്റെ ഈ കഠിനമായ തപസ് കൊണ്ട് നിനക്ക് രാജർഷി എന്നുള്ള പദം തീർച്ചയായിട്ടും ലഭിക്കും. ഇനി മുതൽ നീ രാജർഷി, അതായത് ഋഷിയായിട്ടുള്ള രാജാവ്, ഋഷി തുല്യനായിട്ടുള്ള രാജാവായിട്ടിരിക്കും. നീ അത്ര ശ്രേഷ്ഠനായിരിക്കും, പണ്ഡിതനായിരിക്കും, മഹാജ്ഞാനിയായിരിക്കും, അങ്ങനെയുള്ള രാജാവായി തീരും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് ബ്രഹ്മാവ് പറഞ്ഞു. പക്ഷെ വിശ്വാമിത്രന് തൃപ്തിയായില്ല. വിശ്വാമിത്രൻ വീണ്ടും അതികഠിനമായിട്ടുള്ള തപസ് തുടങ്ങി. 1000കണക്കിന് വർഷങ്ങൾ കടന്നുപോയി. ഇദ്ദേഹം തപസ് നിർത്തുന്നില്ല, ശരീരം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, വായു മാത്രം ഭക്ഷിച്ചാണ് തപസ് ചെയ്യുന്നത്. അതികഠിനമായി കാലിന്റെ പെരുവിരൽ മാത്രം നിലത്തൂന്നി കൈകൾ മുകളിലേക്ക് ഉയർത്തിയുള്ള കഠിനമായ തപസ്സാണ്. ഈ തപസ്സിന്റെ കാഠിന്യം മൂലം ലോകത്ത് മുഴുവനായ ചൂട് വ്യാപിച്ചു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നുള്ള ആ ചൂടും പുകയും എല്ലാം വ്യാപിച്ച് ലോകത്ത് ജീവജാലങ്ങൾക്കും ദേവന്മാർക്കും ആർക്കും ഇരിക്കാനും നിൽക്കാനും വയ്യാത്ത അവസ്ഥയായി. ദേവന്മാരെല്ലാവരും ഓടിച്ചെന്ന് ബ്രഹ്മാവിനെ കണ്ട് ബ്രഹ്മദേവനോട് പറഞ്ഞു, ബ്രഹ്മദേവ, വിശ്വാമിത്രന്റെ കഠിനമായ തപസ് കണ്ടില്ല, ഇതുപോലെ തപസ് ചെയ്യാൻ ആർക്കും സാധിക്കില്ല. അതിവിശിഷ്ടനും അതിദിവ്യനുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എന്ത് വരം വേണമോ അത് കൊടുത്ത് അദ്ദേഹത്തെ അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞ് ദേവന്മാരെല്ലാവരും ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു. വീണ്ടും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി വിശ്വാമിത്രനെ അനുഗ്രഹിച്ചു. വിശ്വാമിത്ര, നീ അതിശ്രേഷ്ഠനാണ്, സാധാരണ ആളുകളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കാത്ത കർമ്മമാണ് നീ ചെയ്തത്. അതിനാൽ ഇന്ന് മുതൽ നീ ബ്രഹ്മർഷിയായി തീരട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അങ്ങനെയാണ് വിശ്വാമിത്രൻ ബ്രഹ്മർഷിയായത്. വിശ്വാമിത്രന്റെ കഥ ഇവിടെ, വിശ്വാമിത്രന്റെ കഥ കുറച്ച് തീർന്നു. ഇനിയും വിശ്വാമിത്രന്റെ അസംഖ്യം കഥകളുണ്ട്. പക്ഷേ വാൽമീകി രാമായണത്തിൽ ഒരു ഭാഗം കൂടി പറയുന്നതുകൊണ്ട് അതും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത കഥ ത്രിശങ്കുവിന്റെ കഥയാണ്. അയോധ്യ രാജ്യത്ത് ശ്രീരാമന്റെയൊക്കെ മുൻ തലമുറയിൽപ്പെട്ട ഒരു രാജാവായിരുന്നു ത്രയാരുണൻ എന്നു പേരായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സത്യവ്രതൻ എന്നു പേരായ ഒരു പുത്രൻ ഉണ്ടായിരുന്നു. ഒരേ ഒരു മകനേ ഉള്ളൂ, പേര് സത്യവ്രതൻ. മാതങ്കൻ എന്നൊരു പേര് കൂടി ഉണ്ട്. പക്ഷേ ജനിച്ചപ്പോൾ മുതൽ ദുർസ്വഭാവിയായിരുന്നു ഈ മകൻ. കൊട്ടാരത്തിലൊന്നും നിൽക്കില്ല, ചണ്ടാളന്മാരുമായെല്ലാം കൂട്ടുചേർന്ന് കൊള്ളയടിക്കുക, പോയി കാട്ടിൽ പോയി നായാടി മൃഗങ്ങളെയെല്ലാം കൊന്ന് അവരെ ഭക്ഷണം ഈ ചണ്ടാളന്മാരുടെയും കാട്ടാളന്മാരുടെയും കൂടെ ഇരുന്ന് ഭക്ഷിക്കുക. ഇപ്രകാരമായിരുന്നു ജീവിതം. കൊട്ടാരത്തിൽ കയറലോ വരലോ ഒന്നുമില്ല. രാജാവും എല്ലാം ഒരുപാട് ഉപദേശിച്ച് നോക്കി, പല രീതിയിൽ പറഞ്ഞു നോക്കി. എല്ലാ ദിവസവും പരാതിയാണ് ഈ രാജകുമാരനെ പറ്റി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എന്ത് സംഭവിച്ചു? ആ രാജ്യത്ത് അയോധ്യയിൽ ഒരു ബ്രാഹ്മണൻ തൻ്റെ മകളുടെ കല്യാണം നിശ്ചയിച്ചു. അതിസുന്ദരിയായിരുന്നു മകൾ. ഇതറിഞ്ഞ് സത്യവ്രതൻ എന്ത് ചെയ്തു? കല്യാണത്തിന് തൊട്ടു മുമ്പ് ഈ ബ്രാഹ്മണന്റെ വീട്ടിൽ ചെന്ന് ബലം ഉപയോഗിച്ച് ഈ വധുവാവാൻ പോകുന്ന കന്യകയെ കടത്തിക്കൊണ്ടുപോയി. അതോടുകൂടി ജനരോഷം ഇരമ്പി. എല്ലാവർക്കും ഭയങ്കര ദേഷ്യമായി. ബ്രാഹ്മണരെല്ലാവരും മറ്റുള്ള ജനങ്ങളും എല്ലാം ചെന്ന് രാജാവിനോട് പറഞ്ഞു, ഇനി ഇത് സഹിക്കാൻ നിവൃത്തിയില്ല, ഇതുപോലത്തെ ഒരു ദുഷ്ടനെ വച്ച് പൊറപ്പിക്കുവാൻ സാധ്യമല്ല, അങ്ങ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് രാജാവിനോട് പറഞ്ഞു.
രാജാവ് അതോടുകൂടി രാജാവിനും മടുത്തു. രാജാവ് ഉടനെ എന്ത് ചെയ്തു? സത്യവ്രതനെ വിളിച്ച് നാട് കടത്തി. അയോധ്യയിൽ നിന്ന് തന്നെ സത്യവ്രതനെ നാട് കടത്തി. പക്ഷെ സത്യവ്രതന് കൂസലൊന്നുമില്ല. പണ്ടും കൊട്ടാരത്തിലൊന്നും പോകാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നാട് കടത്തി എന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. രാജകുമാരനെ കാണാതെ സ്വാഭാവികമായിട്ടും അച്ഛനായതുകൊണ്ട് തന്നെ രാജാവിന് വളരെ മനസ്സിന് വിഷമമെല്ലാം ഉണ്ടായി. സത്യവ്രതനും വിഷമമെല്ലാം ഉണ്ടായി. പക്ഷെ സത്യവ്രതൻ എങ്ങനെയാണ് ചിന്തിച്ചതെന്ന് അറിയാമോ? സത്യവ്രതൻ വിചാരിച്ചു അച്ഛന്റെ ധർമ്മമാണ് ചെയ്തത്, പ്രജകളെല്ലാം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അത് ചെയ്തു. അച്ഛന് ഇഷ്ടമുണ്ടായിട്ട് ചെയ്തതൊന്നുമല്ല. പക്ഷെ വസിഷ്ഠ മഹർഷി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം രാജാവിനെ പിന്തിരിപ്പിക്കണമായിരുന്നു. മകനെ ഇങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പാടില്ല. അദ്ദേഹം അത് ചെയ്തില്ല. അപ്പോൾ ഈ സത്യവ്രതന്റെ മനസ്സിൽ ഇങ്ങനെ വസിഷ്ഠനോടുള്ള ദേഷ്യം ഇങ്ങനെ ഉണ്ടായി വരികയാണ്. അത് കഴിഞ്ഞ് ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. രാജാവിന് പ്രായമായി. മകനെ നാട് കടത്തിക്കൊണ്ട് വേറെ മാർഗമൊന്നുമില്ല. അദ്ദേഹം മകൻ പോയതോടുകൂടി കൂടുതൽ ദുഃഖമായി. അദ്ദേഹം രാജ്യവും ബാക്കി സർവസ്വവും വസിഷ്ഠ മഹർഷിയെ ഏൽപ്പിച്ച്, രാജ്യം നോക്കാൻ വസിഷ്ഠ മഹർഷിയെ ഏൽപ്പിച്ച് അദ്ദേഹം കാട്ടിൽ തപസ്സനായി പോയി. രാജാവ് പുത്രനെ ഉപേക്ഷിച്ചു. കൂടാതെ രാജാവ് രാജ്യവും വിട്ടുപോയതോടുകൂടി ആ രാജ്യത്ത് മഴ പെയ്യാതെയായി. അയോധ്യയിൽ മഴ പെയ്യാതെയായി. എല്ലാം വരണ്ടുണങ്ങി. ഭക്ഷണം കിട്ടാനുള്ള ആളുകളെല്ലാം പട്ടിണി കിടന്ന് മരിക്കുവാൻ തുടങ്ങി. ഈ സമയത്താണ് നമ്മുടെ വിശ്വാമിത്ര മഹർഷി വീണ്ടും തപസ്സിനായി കാട്ടിലേക്ക് പോവുകയാണ്. കാട്ടിലേക്ക് പോകാൻ നേരത്തെ അദ്ദേഹത്തിന് ഭാര്യയുമുണ്ട്, മക്കളുമുണ്ട്. ഈ ഭാര്യയും മക്കളെയും ഒരു ഗ്രാമത്തിൽ കൊണ്ട് താമസിപ്പിച്ചിട്ടാണ് ഇദ്ദേഹം തപസ്സിന് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ക്ഷാമം വന്നു, വരൾച്ച വന്നു, ഭക്ഷണം കിട്ടാനില്ല. ഈ വിശ്വാമിത്രന്റെ ഭാര്യയും മക്കളും പട്ടിണി, പല ദിവസങ്ങളായി പട്ടിണിയാണ്. ഭക്ഷണം ഒന്നും തന്നെ ഇല്ല. അവസാനം സഹി കെട്ട് മറ്റു കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കണ്ടപ്പോൾ സഹിക്കാൻ വയ്യാതെ വിശ്വാമിത്രന്റെ ഭാര്യ തീരുമാനിച്ചു, കൂട്ടത്തിൽ ഒരു മകനെ വിൽക്കാം, അടിമയായിട്ട് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാം. അപ്പോൾ എന്തെങ്കിലും കുറച്ച് രൂപയോ എന്തെങ്കിലും കിട്ടും, പണം കിട്ടും. ആ പണം കൊണ്ട് മറ്റു കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വാങ്ങിക്കാമല്ലോ. എല്ലാവരുടെയും കരച്ചിൽ കാണണ്ടല്ലോ. അപ്പോൾ ഈ മഹർഷിയുടെ പത്നി എന്ത് ചെയ്തു? ദർഭ കൊണ്ട് ഒരു കയറുണ്ടാക്കി ഈ നടുക്കുള്ള മകന്റെ, ആദ്യത്തെ മകന്റെ അവസാനത്തെ മകനെ ഒന്നുമല്ല, നടുക്കുള്ള ഒരു മകനെ വിളിച്ചു. മകന്റെ കഴുത്തിൽ ഈ ദർഭ കൊണ്ടുള്ള ഒരു കുരുക്കിട്ടു, ഒരു കയറ് പോലെ ഒരു കുരുക്കിട്ടു. ഈ മകനെയും കൊണ്ട് ചന്തയിലേക്ക് നടക്കുകയാണ്. ആ സമയത്താണ് സത്യവ്രതൻ വരുന്നത്. സത്യവ്രതൻ അന്ന് നായാടി കിട്ടിയ ഒരു വലിയ പന്നിയെ ഇങ്ങനെ തോളത്തിട്ടിരിക്കുകയാണ്. ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ മദ്യം വാങ്ങിക്കാം, ഭക്ഷണം വാങ്ങിക്കാം, ഇതെല്ലാമായി പോയി അന്നത്തെ ദിവസം കുശാലാക്കാം. ഇങ്ങനെ ചന്തയിലേക്ക് വരുമ്പോഴാണ് ഈ മുനിപത്നി കഴുത്തിൽ കയറിട്ട ഒരു ബാലനെയും കൊണ്ട് പോവുകയാണ്. ഇപ്പോൾ എന്തുകൊണ്ടോ പതിവില്ലാതെ ഇദ്ദേഹത്തിന് ഒരു കൗതുകവും ഒരു വാത്സല്യവും എല്ലാം തോന്നിയിട്ട് ചോദിച്ചു, അമ്മേ, എന്തിനാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ കഴുത്തിലെല്ലാം കയറിട്ട് കൊണ്ടുപോകുന്നത്? എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഈ മുനിപത്നി പറഞ്ഞു, പട്ടിണിയാണ്, കൊടും പട്ടിണിയാണ്, വേറെ ഒരു നിവൃത്തിയുമില്ല, മകനെ വിൽക്കാനായിട്ട് കൊണ്ടുപോവുകയാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സത്യവ്രതന്റെ മനസ്സലിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കുമാരനെ വിൽക്കണ്ട, ഇനി മുതൽ അമ്മയുടെ ഭർത്താവ് തിരിച്ചു വരുന്നതുവരെ അമ്മയുടെയും കുട്ടികളുടെയും വേണ്ടുന്ന ഭക്ഷണമെല്ലാം ഞാൻ അവിടെ എത്തിച്ചു തന്നുകൊള്ളാം, വീട്ടിൽ എത്തിച്ചു തന്നുകൊള്ളാം. അപ്പോൾ ഈ മുനിപത്നിക്കും സന്തോഷമായി. അവർ മകനെയും കൊണ്ട് കഴുത്തിലെ കയറെല്ലാം അഴിച്ചു കളഞ്ഞ് മകനെയും കൊണ്ട് തിരിച്ചുപോയി. അന്ന് മുതൽ എല്ലാ ദിവസവും ഈ സത്യവ്രതൻ കാട്ടിൽ നായാടി കിട്ടുന്ന സാധനം ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും. അവിടെ നിന്ന് പഴങ്ങളോ പച്ചക്കറികളോ അതല്ലെങ്കിൽ അരിയോ സാധനങ്ങളോ എല്ലാം വാങ്ങി ഈ മുനിപത്നിയും കുട്ടികളും താമസിക്കുന്ന വീടിന്റെ പുറത്ത് ഒരു മരത്തിന്റെ ചുവട്ടിൽ കൊണ്ട് വെച്ചിട്ട് പോകും. ചിലപ്പോൾ വേട്ടയാടി കിട്ടിയ മാംസമായിരിക്കും, അതാണെങ്കിൽ ആ മരത്തിൽ കെട്ടിത്തൂക്കി ഇട്ടിട്ട് പോകും. അങ്ങനെ ഈ മുനിപത്നിയും കുട്ടികളും പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം കുറേ അധികം അലഞ്ഞു തിരിഞ്ഞിട്ടും നമ്മുടെ സത്യവ്രതന് അന്ന് വേട്ടയാടാനായിട്ട് ഒരു മൃഗത്തെ പോലും കിട്ടിയില്ല. മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നു, പക്ഷെ ഒരു മൃഗത്തെ പോലും കിട്ടിയില്ല. ഈ മുനിപത്നിക്കും കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കണം, താൻ പട്ടിണിയായാലും കുഴപ്പമില്ല. അങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് വസിഷ്ഠാശ്രമത്തിന്റെ അടുത്തെത്തുന്നത്. അപ്പോൾ വസിഷ്ഠനോട് മനസ്സുകൊണ്ടൊരു ദേഷ്യമുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ വസിഷ്ഠന്റെ ആശ്രമത്തിൽ ഒരു പശു നിൽക്കുന്നുണ്ട്. അപ്പോൾ വസിഷ്ഠനോട് മുമ്പേ ഉള്ള ദേഷ്യവും കൂടി ആയപ്പോൾ സത്യവ്രതൻ ഒന്നും ആലോചിച്ചില്ല. വസിഷ്ഠനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ച് വസിഷ്ഠന്റെ നന്ദിനി എന്ന പേരായിട്ടുള്ള പശുവിനെ അവിടെ നിന്ന് പതുക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി ആ പശുവിനെ കൊന്ന് ആ പശുവിന്റെ മാംസം കൊണ്ടുപോയി ഈ മുനിപത്നിയുടെ വീടിന്റെ പുറത്തുള്ള മരത്തിൽ കെട്ടിത്തൂക്കി. അപ്പൊ മുനിപത്നിക്ക് അറിയില്ല പശുവിന്റെ മാംസമാണോ എന്താണോ. അവരത് എടുത്തുകൊണ്ടുപോയി പാചകം ചെയ്തു, അവരും ഭക്ഷിച്ചു, അവരുടെ കുട്ടികൾക്കും കൊടുത്തു. വൈകുന്നേരമായപ്പോൾ പശുവിനെ കാണുന്നില്ല. അപ്പോൾ വസിഷ്ഠന്റെ ശിഷ്യന്മാരെല്ലായിടത്തും അന്വേഷിച്ച് നടന്നിട്ടും പശുവിനെ കാണുന്നില്ല. അപ്പോൾ അവർ ചെന്ന് വസിഷ്ഠനോട് പറഞ്ഞു. വസിഷ്ഠൻ മഹാമുനിയാണ്. അദ്ദേഹം കണ്ണടച്ച് ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഉടനെ തന്നെ
സത്യവ്രതനെ ശപിച്ചു. നീ 3 പാതകങ്ങളാണ് ചെയ്തത്. ഒന്ന്, അച്ഛനെ ധിക്കരിച്ചു, അച്ഛന്റെ കോപത്തിന് ഇരയായി. രണ്ടാമത്, സമ്മതമില്ലാതെ ഒരു കന്യകയെ നീ തട്ടിക്കൊണ്ടുവന്നു. മൂന്നാമത്, നീ ഗോഹത്യ എന്നുള്ള ബ്രഹ്മഹത്യ ചെയ്തു. മഹാപാപമാണ്. ഈ 3 മഹാപാപങ്ങൾ ചെയ്തതുകൊണ്ട് ഈ 3 മഹാപാപങ്ങൾ 3 ആണിയായിട്ട് അല്ലെങ്കിൽ ശംഖുക്കളായിട്ട് നിന്റെ ശരീരത്തെ തുളയ്ക്കും. ചില കഥയിൽ പറയുന്ന 3 ആണികളായിട്ട് തലയിൽ 3 കൊമ്പുകളായിട്ട് മുളച്ചു വന്നു എന്നും പറയുന്നുണ്ട്. ത്രിശങ്കു എന്ന് അങ്ങനെയാണ് പേര് വന്നത്. അത് മാത്രമല്ല, നീ ചണ്ടാളനായി തീരട്ടെ എന്ന് ശപിച്ചു. ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ അന്ന് സമൂഹത്തിൽ ഏറ്റവും താഴത്തുള്ളവരാണ്. അവരെ ആർക്കും കാണാൻ ഇഷ്ടമില്ലാത്ത ആളുകൾ, ഏറ്റവും നായയുടെ മാംസം ഭക്ഷിച്ച് അങ്ങനെയെല്ലാം ജീവിക്കുന്ന ഏറ്റവും അധമരായിട്ടുള്ള ആളുകളായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെ ത്രിശങ്കുവിന് ശാപം കിട്ടി. ത്രിശങ്കു ചണ്ടാളനായി. അതോടുകൂടി ത്രിശങ്കുവിന് വലിയ സങ്കടമായി. അദ്ദേഹം ആ നാടും കാടും എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം അമ്പാവനത്തിൽ പോയി താമസമായി. അദ്ദേഹം വിചാരിച്ചു, എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയായി, ഇനി എന്നെ മറ്റാരും കാണണ്ട, എങ്ങനെയെങ്കിലും ജീവിച്ച് പോയി ഇവിടെ മരിക്കാം എന്ന് വളരെ പശ്ചാത്താപത്തോടു കൂടി അദ്ദേഹം അങ്ങനെ അമ്പാവനത്തിൽ താമസിച്ച് പ്രാർത്ഥനയും തപസ്സും എല്ലാമായി അമ്പാവനത്തിൽ താമസിക്കാൻ തുടങ്ങി. ഈ സമയത്ത് വിശ്വാമിത്രൻ തപസ് കഴിഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, എന്നെ മക്കളെയും ഇങ്ങനെ ഒരാളാണ് രക്ഷിച്ചത് എന്നെല്ലാം പറഞ്ഞു. അപ്പൊ ആ സമയം മുതൽ വിശ്വാമിത്രൻ ഈ സത്യവ്രതനെ അന്വേഷിച്ച് നടക്കുകയാണ്, ഈ ത്രിശങ്കുവിനെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ത്രിശങ്കുവിന് ജീവിതം തന്നെ മടുത്തു. അദ്ദേഹം വിചാരിച്ചു, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഈ ജീവിതം അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ച് അദ്ദേഹം വലിയൊരു ചിതയെല്ലാം കൂട്ടി അതിന് തീ കൊടുത്ത് അതിനകത്തേക്ക് ചാടി മരിക്കാൻ തുടങ്ങി. ആ സമയത്ത് സാക്ഷാൽ പരാശക്തിയായിട്ടുള്ള ദേവി അവിടെ പ്രത്യക്ഷപ്പെട്ട് ത്രിശങ്കുവിനെ, നാരദൻ പ്രത്യക്ഷപ്പെട്ടാണ് തടഞ്ഞത് എന്നും പറയുന്നുണ്ട്. ത്രിശങ്കുവിനെ തടഞ്ഞിട്ട് പറഞ്ഞു, നീ സാഹസമൊന്നും ചെയ്യേണ്ട, നിന്റെ എല്ലാ കാര്യങ്ങളും ശരിയായി വരും, നിന്നെ ഇപ്പൊ തന്നെ തിരിച്ചു വിളിക്കാൻ, നിന്റെ രാജ്യത്ത് നിന്ന് നിന്നെ തിരിച്ചു വിളിക്കാൻ ആള് വരും, നീ വീണ്ടും രാജാവായി തീരും, നിന്റെ മനസ്സിലുള്ള പശ്ചാത്താപം കൊണ്ട് നിന്റെ പാപങ്ങളെല്ലാം അകന്നിരിക്കുന്നു, അതുകൊണ്ട് നീ തിരിച്ചു പോയി രാജാവായി വാഴുക എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അയോധ്യയിൽ നിന്നുള്ള, കാരണം അവിടെ ഭരണമോ ഒന്നുമില്ല, വസിഷ്ഠ മഹർഷിക്ക് രാജകാര്യങ്ങൾ നോക്കാനൊന്നും സമയമില്ല. അങ്ങനെ മന്ത്രിമാരെല്ലാവരും കൂടി ആലോചിച്ച് വീണ്ടും വന്ന് ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുപോയി രാജാവാക്കി. അങ്ങനെ അദ്ദേഹം രാജാവായി, വളരെ നല്ലൊരു രാജാവായിരുന്നു, ധർമ്മിഷ്ഠനായിട്ടുള്ള രാജാവായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടായി. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, എല്ലാം അതിന് മകനെ രാജ്യമെല്ലാം ഏൽപ്പിച്ചിട്ട് കാട്ടിൽ പോയി തപസ് ചെയ്യാം. അല്ല, അദ്ദേഹം കാട്ടിൽ പോയി തപസ് ചെയ്യാമെന്നല്ല, അദ്ദേഹം വിചാരിച്ചു മകനെ രാജ്യഭാരം ഏൽപ്പിക്കാം. അപ്പോൾ അദ്ദേഹത്തിനൊരു മോഹം, എനിക്ക് ഉടലോടുകൂടി സ്വർഗത്തിൽ പോകണം. അത് ദേവന്മാർക്കും ഋഷിമാർക്കും മാത്രമേ സാധിക്കുകയുള്ളൂ. മനുഷ്യനായിട്ടുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവ് മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ, ശരീരം പോകാൻ സാധ്യമല്ല. അപ്പോൾ ഈ ത്രിശങ്കു എന്ത് ചെയ്തു? അദ്ദേഹം കുലഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞു, അങ്ങനെ ഉടലോടുകൂടി സ്വർഗത്തിലെത്തിക്കണം, ഈ ശരീരത്തോടു കൂടി തന്നെ എനിക്ക് സ്വർഗത്തിൽ പോകണം, അതിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു തരണം. വസിഷ്ഠ മഹർഷി പറഞ്ഞു, സാധ്യമല്ല, മനുഷ്യന്മാർക്ക് ശരീരത്തോടു കൂടി ഒരാൾക്കും സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ല, അതുകൊണ്ട് ചോദിക്കുകയേ വേണ്ട, ഇത് നടക്കില്ല, തിരിച്ചു വെക്കോളൂ എന്ന് പറഞ്ഞു. ഇദ്ദേഹം നിരാശനായി തിരിച്ചുപോയി. അപ്പൊ വസിഷ്ഠന്റെ മക്കളും അതിദിവ്യന്മാരാണ്, വസിഷ്ഠനും മക്കളുണ്ട്. ഈ മക്കളെ പോയി കണ്ട് ഇദ്ദേഹം ഈ ആവശ്യം പറഞ്ഞു, എനിക്ക് ഉടലോടുകൂടി സ്വർഗത്തിൽ പോകണം, അതിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരണം. അവരും ഇദ്ദേഹത്തെ പരിഹസിച്ചു വിട്ടു. അങ്ങനെ ഇദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി രാജ്യം മകനെ ഏൽപ്പിച്ചു. ഇനി ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല എന്നുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹം കാട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹം വിശ്വാമിത്രനെ കാണുകയാണ്. അപ്പൊ വിശ്വാമിത്രനും അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ദുഃഖിച്ചിരിക്കുന്ന ഇദ്ദേഹത്തെ നോക്കി വിശ്വാമിത്രൻ ചോദിച്ചു, എന്താണ് അങ്ങയുടെ വിഷമം? അങ്ങാണ് എൻ്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും ജീവൻ രക്ഷിച്ചത്, അങ്ങ് എന്താവശ്യപ്പെട്ടാലും ഞാൻ സാധിച്ചത്. അപ്പോൾ ത്രിശങ്കുവിന് സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, വസിഷ്ഠ മഹർഷിയോട് ഞാൻ എന്നെ ഉടലോടെ സ്വർഗത്തിൽ എത്തിക്കണം എന്ന് ആവശ്യപ്പെട്ടു, പക്ഷെ അദ്ദേഹം കേട്ടില്ല. അപ്പോൾ വിശ്വാമിത്രന്റെയും ശത്രുവാണ് വസിഷ്ഠൻ. അപ്പൊ ഇതുകൂടി കേട്ടപ്പോൾ വിശ്വാമിത്രൻ വിചാരിച്ചു, വസിഷ്ഠന് ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റിയ അവസരമാണിത്. അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, അതിവിശിഷ്ടമായിട്ടുള്ള ഒരു യാഗം ഞാൻ ചെയ്യും, ആ യാഗത്തിന്റെ അവസാനം നീ ഉടലോടുകൂടി സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞ് വിശ്വാമിത്രൻ മറ്റ് അനേകം മുനിമാരെ എല്ലാം വിളിച്ച് അതിഗംഭീരമായിട്ടൊരു യാഗം ചെയ്തു. ഈ യാഗത്തിന്റെ യാഗാവസാനമായതോടുകൂടി വിശ്വാമിത്രൻ അവിടെ തൊഴുത് കൈകൂപ്പിയിരിക്കുന്ന ത്രിശങ്കുവിനെ നോക്കി പറഞ്ഞു, ഹേ ത്രിശങ്കു, നീ സ്വർഗത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞു. ഉടനെ ത്രിശങ്കു അതേപടി ശരീരത്തോടു കൂടി ആകാശത്തേക്ക് ഉയരാൻ തുടങ്ങി. അപ്പോൾ ദേവന്മാർ ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിലിരിക്കുന്നുണ്ട്. അപ്പൊ ദേവേന്ദ്രൻ പറഞ്ഞു, ഒരു മനുഷ്യൻ ശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് വരിക അഹങ്കാരമാണ്, സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ദേവേന്ദ്രൻ മുകളിൽ നിന്ന് പറഞ്ഞു, മുകളിൽ നിന്ന് ഇദ്ദേഹത്തെ തള്ളിയിട്ടു താഴത്തേക്ക് പോവുക, മനുഷ്യനായിട്ടുള്ള നിനക്ക് ഇവിടെ പ്രവേശനമില്ല എന്ന് പറഞ്ഞു. അപ്പൊ തലകീഴായിട്ടാണ് ത്രിശങ്കു താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ത്രിശങ്കു അവിടുന്ന് ഉറക്കെ കരഞ്ഞു,
വിശ്വാമിത്ര മഹർഷിയെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയുകയാണ്. ഇത് കണ്ട മഹർഷി ദേഷ്യത്തോടുകൂടി മുകളിലേക്ക് നോക്കി, ത്രിശങ്കു നിൽക്കവിടെ എന്ന് പറഞ്ഞു. അതോടുകൂടി താഴത്തേക്ക് വീണുകൊണ്ടിരുന്ന ത്രിശങ്കു ആകാശത്തിലുമല്ല ഭൂമിയിലുമല്ല മധ്യത്തിലായിട്ട് അദ്ദേഹം അങ്ങനെ നിന്നു. അപ്പോൾ വിശ്വാമിത്ര മഹർഷിക്ക് വളരെയധികം ദേഷ്യം വന്നു. ദേവേന്ദ്രൻ ഇത്ര അഹങ്കാരമായി, ഇത്രയും അഹങ്കാരം പാടില്ലല്ലോ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ദേവേന്ദ്രനോട് മുകളിലേക്ക് നോക്കി പറഞ്ഞു, അല്ലയോ ഇന്ദ്ര, നിനക്ക് ഇത്രയും അഹങ്കാരമായ സ്ഥിതിക്ക് ത്രിശങ്കുവിന് വേണ്ടി ഞാൻ സ്വന്തമായ ഒരു സ്വർഗം തന്നെ സൃഷ്ടിക്കും. അദ്ദേഹം ഉടനെ മന്ത്രം ജപിച്ച് ജലം മുകളിലേക്ക് എറിഞ്ഞപ്പോൾ യഥാർത്ഥ സ്വർഗത്തിൽ എന്തൊക്കെയുണ്ട്? അവിടെ അമരാവതി കൊട്ടാരമുണ്ട്, അപ്സരസുണ്ട്, ഗന്ധർവന്മാരുണ്ട്, ദേവന്മാരുണ്ട്, കൽപ്പവൃക്ഷമുണ്ട്, കാമധേനുണ്ട്, ഉച്ചൈസ്രവസ്സുണ്ട്, ഐരാവതമുണ്ട്. എന്തൊക്കെ യഥാർത്ഥ സ്വർഗത്തിലുണ്ടോ അതെല്ലാമുള്ള മറ്റൊരു സ്വർഗം ഈ സ്വർഗത്തിനും ഭൂമിക്കും ഇടയിൽ ഉണ്ടായി വന്നു ത്രിശങ്കുവിന് വേണ്ടി. ഇത് കണ്ടതോടുകൂടി ദേവേന്ദ്രൻ പേടിച്ചു പോയി. ദേവേന്ദ്രൻ ഓടി വന്ന് വിശ്വാമിത്ര മഹർഷിയോട് തൊഴുത് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ മഹർഷി, അങ്ങനെ അതിക്രമം കാണിക്കരുത്, ഞങ്ങൾ ത്രിശങ്കുവിനെ സ്വർഗത്തിൽ കൊണ്ടുപോയിക്കോളാം എന്നെല്ലാം പറഞ്ഞ് ദേവേന്ദ്രൻ തന്റെ തേര് വരുത്തി ആ തേരിൽ തന്നെ ത്രിശങ്കുവിനെയും കയറ്റി സ്വർഗത്തിലേക്ക് പോയി. ഇതാണ് ത്രിശങ്കുവിന്റെ കഥ. നമ്മളെല്ലാം മലയാളത്തിലെല്ലാം അയാൾ ത്രിശങ്കു സ്വർഗത്തിലായി, അവൻ ത്രിശങ്കു സ്വർഗത്തിലായി എന്ന് പറയുന്നത്, അതായത് ഭൂമിക്കും ആകാശത്തിനും ഇടയ്ക്കുള്ള അവസ്ഥ, അല്ലെങ്കിൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നുള്ള അവസ്ഥയ്ക്കാണ് ത്രിശങ്കു സ്വർഗം എന്ന് പറയുന്നത്. ആ പേര് വന്നത് ഈ കഥയിൽ നിന്നാണ്. ഇന്ന് കഥ കുറച്ച് നീണ്ടുപോയി, കുറേ അധികം പേരുകൾ പറയേണ്ടി വന്നു. എങ്കിലും ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞതുപോലെ കഥ കേൾക്കുക എന്നുള്ളതാണ് പ്രധാനം. പേരുകൾ ധാരാളം വരും, അതിലൊന്നും കാര്യമില്ല. കുഞ്ഞുങ്ങൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക, കഥകൾ കേട്ട് വളരട്ടെ അവർ. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. അടുത്ത അധ്യായത്തിൽ നമ്മൾ വീണ്ടും രാമായണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഥാമൃതത്തിന്റെ അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.